ഹലോ ഹായ് നമസ്കാരം. SIRൻ്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. നമ്മുടെ പേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം വളരെ എളുപ്പമാർഗത്തിൽ. ഞാൻ ഇതിൽ കൂടി നിങ്ങൾക്കത് വളരെ എളുപ്പമാർഗത്തിലാണ് പറഞ്ഞു തരുന്നത്. ഇതുപോലെ നിങ്ങളും സെർച്ച് ചെയ്താൽ മതി. നമ്മളെ എപിക് നമ്പരും മൊബൈൽ നമ്പർ ഇങ്ങനെയൊക്കെ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എപിക് നമ്പർ മാത്രം വെച്ച് സെർച്ച് ചെയ്യാം. ഇലക്ടോറൽ സെർച്ചിൽ പോവുക, ക്രോമിൽ എടുക്കുക, ഇലക്ടോറൽ സെർച്ച് ചെയ്യുക. കണ്ട് ഇതാണ്, നോക്കിക്കോ, ഈ ഒരു പേജ് വരുന്നതായിരിക്കും. അതിൽ നമ്മളെ എപിക് നമ്പറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ID കാർഡിലുള്ള എപിക് നമ്പർ അത് മേളിൽ കാണും. അത് കൃത്യമായി അടിച്ചു കൊടുക്കുക. ഇതുപോലെ എപിക് നമ്പർ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഇംഗ്ലീഷിലും അക്കങ്ങളിലും കൊടുത്തേക്കുന്ന അതുപോലെ അടിച്ച് അടുത്ത നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. നമ്മളെ സ്റ്റേറ്റ് കേരള. ഈ സ്റ്റേറ്റ് തിരഞ്ഞെടുത്താൽ നമ്മൾ ക്യാപ്ച കോഡ് ഇംഗ്ലീഷിലും അക്കങ്ങളിലുമായിട്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ അക്ഷരത്തിലാണെങ്കിൽ ആ ചെറിയ അക്ഷരത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് വിവരങ്ങൾ അതുപോലെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേജിൽ നിന്ന് പുറത്തു പോകണ്ട. ഈ എപിക് നമ്പറിൻ്റെ ഭാഗത്ത് അത് ബാക്ക് ചെയ്ത് അവിടെ തന്നെ അടുത്ത ആളുടെ നമ്പർ ID നമ്പർ ഉണ്ട്. ആ നമ്പർ അതുപോലെ സെർച്ച് ചെയ്യുക. അതുപോലെ സെർച്ച് ചെയ്തിട്ട് നോക്കിക്കോ, ആ ഇംഗ്ലീഷിലും അക്കങ്ങളിലും ഉള്ള അതുപോലെ സെർച്ച് ചെയ്ത് സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്, നമ്മൾ സെലക്ട് ചെയ്തതാണ്. അത് അങ്ങനെ തന്നെ പോവുക. ക്യാപ്ച വീണ്ടും അതുപോലെ തന്നെ അക്കങ്ങളിലും സ്മാളാണെങ്കിൽ സ്മാൾ അക്ഷരം, ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ അക്ഷരം അത് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോ, സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ആളുടെയും കിട്ടും. അപ്പം നമ്മൾ ഈ സൈറ്റിൽ നിന്ന് പുറത്ത് പോകണ്ട. വീട്ടിലുള്ള എത്ര പേരുണ്ടോ അവരെ എല്ലാം ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.